നിങ്ങൾക്ക് പേരെന്താ? നിങ്ങളെല്ലാം എവിടെയാ പഠിക്കുന്നത്? കടലൂർ സ്കൂള്. ഇന്ന് ലീവായതുകൊണ്ട് അടിച്ചു പൊളിക്കാൻ വന്നു. വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൊയിലാണ്ടിക്കടുത്തുള്ള നന്ദി ലൈറ്റ് ഹൗസ്, കടലൂർ ലൈറ്റ് ഹൗസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശത്താണ്. ഇവിടെ നേരത്തെ പാർക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം വളരെ നവീകരിച്ചിട്ടുള്ള ഒരു പാർക്കായിട്ട് ഈ ഒരു പ്രദേശത്തെ മാറ്റിയിട്ടുണ്ട്. വളരെ തുച്ഛമായ രീതിയിൽ വിലക്ക് നിങ്ങൾക്ക് ഇവിടെ പാർക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ലഭിക്കും. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാനുള്ളൊരു സ്പേസ്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്നത് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു സൈലൻ്റ് ഏരിയ ആണ്. അപ്പം നമ്മൾ അധികം വലിച്ചിട്ടില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. നമ്മളെ കടലൂർ പോയിൻ്റ് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന നന്ദി ലൈറ്റ് ഹൗസാണിത്. ഇതിൻ്റെ എൻട്രി ഒരു കവാടമാണിത്. ഇവിടെ പ്രത്യേകിച്ച് ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നേരത്തെ ഇവിടെ ഒരു കുന്നായ പ്രദേശം, ഒരു ചെങ്കുത്തായ ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് കുറച്ച് മതിലൊക്കെ കെട്ടിയതിന് ശേഷം ഇൻ്റർലോക്കൊക്കെ വെച്ചുകൊണ്ട് പുല്ലൊക്കെ പിടിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഈ ഒരു പാർക്കിനെ മാറ്റിയിരിക്കുന്നത്. സന്ധ്യാസമയത്തുള്ള കാഴ്ചകളാണ് ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ലൈറ്റ് ഹൗസിൽ നമുക്ക് ഈ ടവറിൻ്റെ മുകളിൽ നിന്നാണ് പ്രധാനമായിട്ടുള്ള ഒരു കാഴ്ചയുള്ളത്. ആ ടവറിൻ്റെ മുന്നേയുള്ള ഒരു നടപ്പാതയും അതോടൊപ്പം തന്നെ പച്ചയൊക്കെ പിടിപ്പിച്ചുകൊണ്ടുള്ള ചെടികളും അതോടൊപ്പം ചെറിയ കുട്ടികളൊക്കെ പാർക്കൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചുരുങ്ങിയ ബഡ്ജറ്റിൽ നമുക്ക് പാർക്കിൽ ആഘോഷിക്കാൻ കഴിയും എന്നതാണ് ഈ ഒരു നന്ദി പാർക്കിൻ്റെ, കടലൂർ പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വെറും 30 രൂപ മാത്രമാണ് നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ എൻട്രി ഫീസ്. അതും നമ്മൾ പാർക്കിൽ നമ്മളെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറുകയാണെങ്കിലാണ് 30 രൂപ കൊടുക്കേണ്ടി വരുന്നത്. ഇവിടെ കുറച്ച് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ചെറിയ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. ജെന്റിൽമാൻ ഞാൻ തേക്കിച്ചു അടിച്ചാട്ടു തമ്പിന് തമ്പിന് ആ പിടിക്കുന്നു. ഞങ്ങൾക്ക് ഇത് വലിയൊരു കാര്യമല്ല, പക്ഷെ നിങ്ങൾക്ക് വലിയൊരു കാര്യമായിരിക്കും. നമ്മളെ പാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഹൗസിലേക്കുള്ള വഴിയാണത്. ലൈറ്റ് ഹൗസ് ടവറിൻ്റെ ഭാഗത്തേക്കുള്ള വഴിയാണ്. ഇതൊരു വിശാലമായിട്ടുള്ളൊരു പ്രദേശമാണ്. വളരെ വിശാലമായിട്ടുള്ള ശാന്ത സുന്ദരമായ പ്രദേശമാണ്. അപ്പോൾ ലൈറ്റ് ഹൗസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലാണ് ആളുകൾ കയറിപ്പോകുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. ഇതാണ് ആ ലൈറ്റ് ഹൗസ്. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ ടവർ. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴിയാണിത്. ഇപ്പോൾ ചെരുപ്പൊക്കെ നമ്മൾ അടിച്ചു നോക്കണം. മുകളിൽ വരെ കംപ്ലീറ്റ് സ്റ്റെയറാണ്. ഇങ്ങനെ ചുറ്റിപ്പിടിച്ചതുപോലെ ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. പണ്ട് കാലങ്ങളിൽ കപ്പലുകൾക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ലൈറ്റ് അടിച്ചു കൊടുക്കുന്ന ആണ് ലൈറ്റ് ഹൗസ്. ഇതിൻ്റെ മുകളിൽ നടന്ന് കയറുക എന്നാണ്
ഏറ്റവും വലിയ ടാസ്ക്. ശരിക്കും ഒരു പീറ്റത്തെങ്ങിൻ്റെ ഹൈറ്റുണ്ട് ഈ ലൈറ്റ് ഹൗസിന്. അപ്പം നമ്മൾ പാതിയാണ് കംപ്ലീറ്റ് ആയത്. ആ സമയത്ത് പുറമേ നിന്നുള്ള കാഴ്ചയാണ്. നമ്മളേറ്റവും ടോപ്പിലെത്തി. ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിൽ എത്തിക്കൊണ്ടിരിക്കണം. അപ്പം ഓരോ ഭാഗത്തും ചെറിയ കിളിവാതിൽ കാണാൻ സാധിക്കും. ആ കിളിവാതിലൂടെ പുറമേയുള്ള കാഴ്ചകളും കാണാൻ പറ്റും. പിന്നെ ടോപ്പിൽ നമ്മൾ ഇവിടെ ഡോറ്, വീണ്ടും കൊട്ടാര സമാനമായിട്ടുള്ള ഒരു പുരാതന കൊട്ടാരത്തെ ഓർപ്പിക്കുന്ന ഇതിൻ്റെ മുകളിൽ നിന്ന് കംപ്ലീറ്റ് കാഴ്ചകളാണ്. നല്ല വ്യൂസ് ലഭിക്കും. ഇതിനിടയിൽ പഴയകാല കുറേ പുരാതന വസ്തുക്കളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഏറ്റവും ലാസ്റ്റിൻ്റെ പടമാണിത്. പിടിച്ചു കയറുക. ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. അപ്പം നേരത്തെ നമ്മൾ കണ്ട പാർക്കാണിപ്പോൾ കാണുന്നത്. പാർക്ക് നമുക്ക് ജസ്റ്റ് കാണാൻ സാധിക്കുന്നേ ഉള്ളൂ. സോളാർ, ചുറ്റും സോളാർ ഘടിപ്പിച്ചിരിക്കുക. താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ നടക്കാത്ത വ്യായാമം കുറഞ്ഞ ആളുകൾക്കൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം റിസ്ക് എടുത്തിട്ടും വേണമെങ്കിൽ കയറാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഫൈൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ തരം അപൂർവമായ കാഴ്ചകൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുണ്ടാവും. പക്ഷെ നമ്മളത് പക്ഷേ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസും മറ്റ് വീഡിയോസും ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രമാണ് ഈ വീഡിയോ ഇവിടെ ഫൈൻഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.